7 വേണ്ടി മാത്രം നടത്തിയ ഒരു മോർണിംഗ് ആക്ടിവിറ്റി. ഇന്നത്തെ ഏറ്റവും വലിയ ഷോക്കിംഗ് ആയിട്ടുള്ളത് ആദിലയുടെ ആ ഒരു മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു. അത് മാത്രമല്ല, അനീഷിന്റെ മോർണിംഗ് ആക്ടിവിറ്റിയും എന്നെ ഒന്ന് ഷോക്ക് ചെയ്യിപ്പിച്ചു. എന്താണെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ ലൈവിൽ ഇപ്പം ആ ഒരു ആക്ടിവിറ്റി ഇങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ സീരിയൽ കാണുന്ന ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ആക്ടിവിറ്റി തുടങ്ങി. സ്വാഭാവികമായിട്ടും അനീഷ് വന്നിട്ട് പറയുന്നുണ്ട്. അനീഷ് ഷാനവാസിനൊരു താങ്ക്സ് പറയുന്നുണ്ട്. ബാക്കി ഒരുപാട് പേരോട് പറയണം എന്ന് പറയുന്നുണ്ടെങ്കിലും ഷാനവാസിന്റെ പേര് പറയുന്നുണ്ട്. സോറി പറയുന്നത് ആദിലയുടെ താണ്. അതെനിക്ക് വളരെ കറക്റ്റ് ആയിട്ട് തോന്നി. കാരണം ആദിലയെ ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതൽ സോറി പറയാൻ വേറെ അനീഷിന് ആരെങ്കിലും ഉണ്ടോ എന്നെനിക്ക് സംശയമാണ്. ഏതായാലും ആദിലയുടെ പേര് പറയുന്നുണ്ട്. പിന്നെ അനുമോള് വന്നിട്ട് പറയുന്നതും, അനുമോൾ അങ്ങനെ ഒരു സ്പെസിഫൈ ചെയ്ത് പറയാൻ എന്ത് പറയണം എന്നറിയാത്ത ഒരു വാനിഷ്ഡ് അവസ്ഥയിലാണ് ഇത് പറയുന്നതെന്ന് എനിക്ക് തോന്നി. കാരണം എന്നെ ഒന്ന് മനസ്സിലാക്കൂ എന്ന് എവിടെയൊക്കെയോ പറയാതെ പറയുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ഇട്ടപ്പോൾ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുള്ളത് അനുമോൾ അത്രയും തെറ്റ് ചെയ്തിട്ടില്ലേ എന്ന്. അപ്പോൾ ഇതിൽ മറ്റു മത്സരാർത്ഥികളൊന്നും അതേ കണക്കൊരു തെറ്റ് ചെയ്തിട്ടില്ലേ? ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു രേണുസുതി മാത്രമാണ് ഒരു വലിയ ഹൈപ്പിലൊക്കെ എന്തൊക്കെയോ വലിയ സംഭവമാകും എന്ന് പറഞ്ഞ് വന്നിട്ട് അങ്ങനെ വലിയ തെറ്റുകളൊന്നും ചെയ്യാതെ ഒരു കുഞ്ഞു മനസ്സിനുടമയായിട്ട് നമ്മളെയൊക്കെ മുന്നിൽ എന്താ പറയുക, ഒരു പാവം, ഇത്രയും പാവമാണോ ഇവര് എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയത് അത് രേണുസുതി മാത്രമാണ്. രേണുസുതിയെ കുറിച്ചൊക്കെ നെഗറ്റീവ് ഇട്ട് ഒരുപാട് വീഡിയോസ് ചെയ്ത ഒരുപാട് പേരുണ്ട്. അവര് പോലും ഓക്കെ, ഇനി ബിഗ് ബോസ് ഹൗസ് ആണ്, ഇനി ബിഗ് ബോസ് ഹൗസിൽ രേണു വന്നു, ഇനി കൊയ്യണം എന്നൊക്കെ കരുതി പായും പിരിച്ചിരുന്നവരൊക്കെ നാണിച്ചു പോയത് രേണുസുതി ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് അവരുടെ ഒരു റിയൽ ക്യാരക്ടറിൽ അവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അവസാനം വോക്കൗട്ട് പോയി. അങ്ങനെ പോയപ്പോഴാണ് ബാക്കി എല്ലാവരും തെറ്റ് ചെയ്തിട്ടില്ലേ? അനുമോള് മാത്രമാണോ തെറ്റ് ചെയ്തത്? അനുമോള് തെറ്റ് ചെയ്തിട്ടുണ്ട്. ഈവൻ ഇന്ന് ആ സോറി പറയുമ്പോൾ രേണുസുതിയോടാണ് സോറി പറയുന്നത്. എനിക്ക് തോന്നുന്നു അനുമോള് ചിന്തിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ എന്റെ ഈ ഒരു സോറി അത് രേണു മാത്രമേ ഡിസേർവ് ചെയ്യുന്നുള്ളൂ എന്ന് കരുതി അനുമോൾ അത് അത്രയും തന്ത്രപരമായിട്ട് ആ ഒരു സോറി പറഞ്ഞതുപോലെ തോന്നി. അങ്ങനെ സോറി പറയാൻ നേരത്ത് അവിടെ ഇരുന്ന് ജിസയിലും ആര്യനും ഉറക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ആ പൊതപ്പിന്റെ അടിയിലെ കാര്യത്തിൽ നിനക്ക് സോറി പറയാൻ തോന്നുന്നില്ലേ എന്ന് എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്. മൈൻഡ് ചെയ്യുന്നില്ല, അനുമോള് മൈൻഡ് ചെയ്യുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, അനുമോളുടെ ഒരു അത്തരത്തിലൊരു എന്താ പറയാ കോൺഫിഡൻസ് ആയിട്ട് അവരവരുടെ തെറ്റ് തന്നെയായിരിക്കാം ചെയ്യുന്നത്. പക്ഷെ ആ ഒരു കോൺഫിഡൻസ് അവർക്കുണ്ട്. ഈ പറഞ്ഞ കണക്ക് പുറത്തിറങ്ങുമ്പോൾ ആ ഒരു സൈബർ ബുള്ളിങ് ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നൊന്നും അനുമോൾക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഏതായാലും അനുമോൾ സോറി പറഞ്ഞത് രേണുവിന് മാത്രമാണ്. നന്ദി പറയാൻ അനുമോൾക്ക് ഒരുപാട് പേരുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ശൈത്യ, ആദില, നൂറ എന്നിങ്ങനെ ഒരു പേര് ചുമ്മാ റാൻഡംലി പറഞ്ഞ് അങ്ങോട്ട് അങ്ങ് അവസാനിപ്പിച്ചു. കാരണം അനുമോൾക്ക് അറിയില്ല ഇവിടെ ആരാണ് തന്നെ ബാക്ക് സ്റ്റാബ് ചെയ്ത് ഇത്രയും പ്രശ്നത്തിലാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത് അനുമോൾക്ക് ഇനിയും അറിയില്ല. എന്നിട്ട് ഒരു ഒനീലിന്റെ പേരും അഭിയുടെ പേരും നൈസായിട്ട് പറഞ്ഞു. കാരണം വെച്ചാൽ ഒനീലും അഭിയും തന്നെ അന്ന് തൊട്ടേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നൊരു ബോധം അനുമോൾക്കുണ്ട്. അപ്പോഴത്തേക്കും ഒരാളുടെ പേരല്ലേ പറയാൻ പറ്റൂ. അപ്പോൾ ആ ഒരു പേരിനകത്ത് നിർത്തി അനുമോൾക്ക് പോകേണ്ടി വന്നു. നൂറ വന്നിട്ട് നൂറ ടാസ്കിൽ നിന്നൊക്കെ മാറി എന്തൊക്കെയോ കൊണ പറയുന്നുണ്ടായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, ആദിലേക്ക് നന്ദി പറയാൻ വേണ്ടി പറഞ്ഞപ്പോഴത്തേക്കും അത് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ പിന്നെ നൂറ നന്ദി പറയുന്നത് ശൈത്യക്കാണ്. അപ്പോഴേ നമുക്ക് ഊഹിക്കാം ശൈത്യ വന്ന് എത്രത്തോളം അവരെ ഇൻഫ്ലുവൻസ് ചെയ്തു, അവരെ മാനിപ്പുലേറ്റ് ചെയ്തു എന്നുള്ളത്. ശൈത്യയുടെയും അതുപോലെ ബിൻസിയുടെയും ഭാഗം ന്യായീകരിച്ച് മാത്രമേ ഈ ഒരു ബിഗ് ബോസ് ഹൗസിലെ എല്ലാം അവരുടെ ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ട്. ഈ ഹൗസിൽ ഒരു എന്താ പറയാ ഒരു 50-60 ദിവസത്തോളം നിൽക്കാൻ പറ്റാത്തതിന്റെ എല്ലാ ഫ്രസ്ട്രേഷൻസ് ഇവർക്കുണ്ട്. അത് മുഴുവൻ എന്തിനാണോ എന്തോ പാപം ആതിരയുടെയും നൂറയുടെയും നെഞ്ചത്ത് തീർത്തത്. പിന്നെ സോറി പറയണം എന്നുള്ളത് കൊണ്ട് ശാരികയ്ക്ക് മാത്രമായിട്ടൊരു സോറിയും നൂറ പറയുന്നുണ്ട്. ദെൻ നെവിൻ വന്ന്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നെവിൻ വന്നിട്ട് സോറി പറയാനായിട്ട് ഷാനവാസിനെയും അനുമോളെയും സോറി പറയുന്നുണ്ട്. നന്ദി പറയുന്നത് ജിസേലിനാണ്. അതിനുശേഷം ഒരു ചെറിയ കരച്ചിലൊക്കെ കാണിച്ചു, അതങ്ങ് പോയി. കാരണം ജിസേൽ ഔട്ടാകും എന്ന് അറിയാതെ നോമിനേറ്റ് ചെയ്തു. ജിസേൽ ഔട്ടായി പോയത് താൻ കാരണമാണെന്നുള്ളൊരു റിഗ്രറ്റ് നെവിൻ്റെ മനസ്സിലുണ്ട്. പിന്നെ ഷാനവാസ് വന്നിട്ട് നൈസായിട്ട് ഷാനവാസ് അനീഷിനെ തന്നെ പൊക്കി പറയുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം റാൻഡംലി കഴിഞ്ഞു പോയപ്പോൾ ആദില, എന്റെ പൊന്നെ എന്തോ ഒരു വിഷമാണ്. അവർ ഇന്ന് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ വെച്ചിട്ട് ഇത്രയും പേര് പറഞ്ഞു വെച്ച കാര്യങ്ങൾ കേട്ടുകൊണ്ട് അവർ നേരിട്ട് കാണാത്ത ഈ ഒരു സോഷ്യൽ മീഡിയ വേൾഡിൽ ഒരുപാട് കമന്റ്സുകൾ വന്നിട്ട് എത്രത്തോളം അനുമോള് എത്രത്തോളം ആദിലയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ചിന്തിക്കാതെ, എത്രത്തോളം അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു എന്നൊന്നും ചിന്തിക്കാതെ ആദില നന്ദി പറഞ്ഞത് അനുമോൾക്കാണ്. ആ നന്ദികൾ എണ്ണി പറഞ്ഞു. ഏറ്റവും നല്ല നായിക അത് അനുമോളിൽ ഉണ്ട് എന്ന് തെളിയിച്ചു.
ആ അഭിനയത്തോടൊരു ക്രൈസ് തോന്നിപ്പിച്ചതിന് നന്ദി അനുമോളെ എന്ന് ആദില പറയുന്നുണ്ട്. അതുപോലെ തന്നെ പട്ടിയെ പോലെ പിന്നാലെ നടന്ന് ഒരു സെൽഫ് റെസ്പെക്റ്റും ഇല്ലാതെ നടന്ന് ഇങ്ങനെ പിന്നാലെ നടക്കരുത്, ഒരു സെൽഫ് റെസ്പെക്റ്റ് വേണം എന്ന് തോന്നിപ്പിച്ചതിന് നന്ദിയുണ്ട് അനുമോളെ, താങ്ക് യു അനുമോളെ എന്ന് ആദില പറയുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങേയറ്റം ഞാനൊരു മാനിപ്പുലേറ്റഡ് ആകുന്ന ഒരു വ്യക്തിയാണെന്ന് എന്നെ പ്രൂവ് ചെയ്ത് തന്നതിന് നന്ദിയുണ്ട് അനുമോളെ, താങ്ക് യു അനുമോളെ എന്ന് തുടങ്ങി എല്ലാ കാര്യത്തിനും എല്ലാ തെറ്റുകളും ആദില അവിടെ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അനുമോളാണ് കാരണക്കാരി. അനുമോള് മാനിപ്പുലേറ്റ് ചെയ്തതുകൊണ്ടാണ് അക്ബറിനെ വെള്ളപൂശിയ ആൾക്കാരെ കുറിച്ച് അവിടെ പറയേണ്ടി വന്നത്. അനുമോള് കൂടെ നിന്നത് കൊണ്ടാണ് ആര്യൻ നൂറയുടെ വയറ്റിലേക്ക് നോക്കി എന്ന് കാണിച്ചു എന്ന് പറഞ്ഞത്. ഇതെല്ലാം വളച്ചൊടിച്ച് താൻ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകളും അനുമോള് കാരണമാണ് എന്ന് പറയുന്ന ലെവലിലേക്ക് ഒരു നന്ദി പറച്ചിൽ ആദില അവിടെ അങ്ങ് നടത്തി. ശരിക്കും പറഞ്ഞാൽ ഇട്ടുകൊടുക്കുമല്ല, ഞാനും പറയുന്നു, എനിക്ക് ആദിലയോ നൂറയോ ഒന്നും സൈബർ ബുള്ളിങ്ങിന് ഇവരൊന്നും ഇരയാവല്ലേ എന്നുള്ളത് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. കഷ്ടമാണ്. പക്ഷെ എങ്കിലും ഇന്ന് ആ ഒരു മോർണിംഗ് ആക്ടിവിറ്റിയിൽ പക്ഷേ റെസ്പെക്ട് ചെയ്യാൻ തോന്നിയത് അനുമോളെ തന്നെയാണ്. ഇതൊന്നും കേൾക്കുമ്പോൾ മരവിച്ച് പോയി അവര് അനുമോൾ ഒന്നും മിണ്ടുന്നില്ല, യെസ്സും ഇല്ല നോയും ഇല്ല. സാധാരണ സത്യം പറയാലോ, അനുമോളുടെ ഗ്രാഫ് ഒന്ന് എടുത്തു നോക്ക്. അനുമോള് സാധാരണ ഒരു മോർണിംഗ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു നോമിനേഷൻ അല്ലെങ്കിൽ ഒരു ജയിൽ നോമിനേഷൻ എന്ത് കുന്തം വന്നാലും ആര് വന്ന അനുമോളെ എന്ത് പറഞ്ഞാലും അപ്പോഴേ അനുമോള് തിരിച്ച് തമാശ പറയുകയും സീരിയസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പറയുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യുന്ന അനുമോള് ഓരോടും മിണ്ടുന്ന എന്തൊരു പക്വത. അനുമോളുടെ സ്വഭാവം മാറിപ്പോയി. വളരെ നിഷ്കളങ്കയായിട്ട് പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞ് എന്താ പറയാ ഒരു മരങ്കീറി സ്റ്റൈലിൽ കളിച്ചും ചിരിച്ചും നടന്ന ഒരു അനുമോളുടെ ഫേസേ മാറിപ്പോയി. അതുപോലെ തന്നെ അനുമോള് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, എൻ്റെ അടുത്ത് ഒരാൾ വന്ന് എന്നെ നോവിച്ചതിന് ശേഷം പിന്നെ അവരുടെ അടുത്ത് പോയി അഭിനയിച്ച് നിന്ന് എനിക്ക് അങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല എന്ന്. പക്ഷെ അനുമോൾ ആ പറഞ്ഞത് തെറ്റാണ്. അനുമോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നിൽക്കാറുണ്ട്. ഇപ്പം എല്ലാവരും ഒക്കെ അനുമോളെ നോവിക്കുന്നുണ്ടെങ്കിലും അനുമോൾ അവരുടെ അടുത്തൊക്കെ തന്നെ പിന്നെയും പോയി അവർക്ക് ഫുഡ് കൊടുക്കാറുണ്ട്, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്, അവരെ കെയർ ചെയ്യുന്നൊക്കെ ഉണ്ട്. അക്ബറിനെയും നെവിനെയും ഒക്കെ, നെവിൻ വെള്ളം എടുത്തൊഴിച്ചു, പക്ഷേ എന്നിട്ട് പിന്നെയും നെവിൻ്റെ അടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും നെവിൻ്റെ അടുത്ത് കൂട്ടുകൂടി ബാക്കി കാര്യങ്ങളിലൊക്കെ നിൽക്കുന്നുണ്ട്. അനുമോൾ അത് പറയുന്നുണ്ട്, ടാസ്കിന്റെ കാര്യത്തിൽ മിണ്ടേണ്ടി വരുമ്പോഴാണ് താൻ പിന്നെ അങ്ങനെ നിൽക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ നിൽക്കുന്നത്, അതല്ലാതെ ആ ഒരു പഴയ സൗഹൃദം എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെ ക്ലിയർ ആക്കി അനുമോൾ പറയുന്നുണ്ട്. എങ്കിലും എനിക്ക് തോന്നിയിട്ടുണ്ട് ആര്യൻ്റെ അടുത്തൊക്കെ ആര്യനൊക്കെ എന്ത് ചെയ്താലും ആര്യനെ എന്ത് അനുമോള് പറഞ്ഞാലും അനുമോള് പിന്നെ ആര്യൻ്റെ അടുത്ത് മിണ്ടാറുണ്ട്. എനിക്ക് തോന്നുന്നു വളരെ സെലക്റ്റീവായിട്ടാണ് അത് അനുമോള് ബിഹേവ് ചെയ്യുന്നത്. പിന്നെ ആദില, നൂറ, ശൈത്യ ഇവർ മൂന്നുപേരെയും ഒരുപാട് സ്നേഹിച്ചു വലിയൊരു ഫ്രണ്ട്ഷിപ്പിലേക്ക് കൊണ്ടുപോയിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇവർ ഇത്രത്തോളം തന്നെ ചതിക്കും എന്ന് അനുമോള് കരുതിയിട്ടുണ്ടാകത്തില്ല. അതുകൊണ്ടായിരിക്കാം അനുമോള് ഈ പറഞ്ഞ ശൈത്യക്കോ ആദിലയ്ക്കോ നൂറയ്ക്കോ ഒരു അവസരം കൊടുക്കാതിരുന്നതും. എന്നാൽ ഇന്നലെ എന്തുകൊണ്ടോ ഈ പറയുന്ന മത്സരം അല്ലെങ്കിൽ ഇനിയും അവർ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇനിയും അവർക്ക് ദിവസങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടായിരിക്കാം ഈ പറയുന്ന മൂന്ന് പേരും ഒരു തരത്തിൽ പറഞ്ഞ ഒരു കോംപ്രമൈസിലേക്ക് പോയത്. എന്താണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്നുള്ളത് ആദില എന്തായാലും ഇനി പൊളിഞ്ഞ്. ആദില ഈ പറയുന്ന ഒരു സൗഹൃദവും അനുമോളായിട്ട് കീപ്പ് ചെയ്യുന്നില്ല. അത് ഈ ഒരു മോർണിംഗ് ആക്ടിവിറ്റിയിൽ വിസിബിൾ ആണ്. അതുപോലെ തന്നെ അനുമോൾക്കും അത് വിസിബിൾ ആക്കാൻ പറ്റിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയൊരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു നന്ദി പറച്ചിൽ ആദിലയുടെ വായിൽ നിന്ന് വരുമെന്ന് കരുതിയില്ല. നമുക്ക് ഈ ബിഗ് ബോസ് ഷോ ഈ സീസൺ കാണുന്ന എല്ലാവർക്കും ഒരു കാര്യത്തിൽ ഉറപ്പിക്കാം, ഇവിടെ വലിയ അടിപിടി കേസുകളൊന്നും ഉണ്ടാവാത്തൊരു സീസൺ ആയിരുന്നു. ഒരുപാട് വാക്ക് തർക്കങ്ങളും എന്നാൽ വളരെ നിസ്സാരമായ വിഷയം, ഫുഡിൻ്റെയും അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്നതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മേക്കപ്പ് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുള്ള അങ്ങനെ നിസ്സാര വാക്ക് തർക്കങ്ങൾ തുടങ്ങി ഇത് ഏറ്റവും കൂടുതൽ ഈ സീസൺ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു സുഹൃത്തിനെ ചൂസ് ചെയ്യുമ്പോൾ, ഒരു ഫ്രണ്ടിനെ ചൂസ് ചെയ്തിട്ട് ആ ഫ്രണ്ടിന്റെ അടുത്ത് നമ്മളുടെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും ഷെയർ ചെയ്യുമ്പോൾ എത്രത്തോളം സൂക്ഷിക്കണം എന്ന് പഠിപ്പിച്ചു തന്നൊരു സീസൺ ആയിരിക്കും ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ഒരു ഫൈനൽ. എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇവിടെ കുറേ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ ഈ ഫ്രണ്ട്ഷിപ്പുകൾ അത്രയും തന്നെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയുക. കാരണം ഈ ഒരു ആക്ടിവിറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത അടിക്കുള്ള ഒരു വിറക് കൂട്ടലാണ്, ആളിക്കത്തും ഉറപ്പായിട്ടും. അതിനുള്ളതെല്ലാം ആയി വെച്ചിട്ടുണ്ട്. ഇനി നാളെ ഒരു ദിവസം ഒരു ഫ്രൈഡേ കൂടി കഴിഞ്ഞാൽ പിന്നുള്ള ശനിയും ഞായറും ഫിനാലെയാണ്. അവർ തന്നെ ഈ ഓഡിയൻസ് തന്നെ നിർണ്ണയിക്കട്ടെ ഇനി ആരാണ് കപ്പും കൊണ്ട് പോകേണ്ടതെന്ന്. നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ സീരിയൽ കാണുമ്പോൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.